പീലാത്തോസിന്റെ വിധിവാചകങ്ങൾ കേട്ട് ജെറുസലേം നെഞ്ചുപൊട്ടിക്കരഞ്ഞു. കാൽവരിയിൽ നിന്ന് തുടങ്ങിയ ദൈവപുത്രന്റെ പീഠാനുഭവ സഹനയാത്ര മുഖത്തു തുപ്പിയും അപമാനിച്ചും മർദ്ദിച്ചും ആർത്തു ചിരിച്ചും റോമൻ ഭരണകൂട വൈതാളിക പടയാളികൾ, ചാട്ടവാറിന്റെയും ചമ്മട്ടിയുടെയും ബീഭത്സ മുഴക്കങ്ങൾ, പാതയോരങ്ങളിൽ കണ്ണീർ പുഴകൾ തീർത്ത് യെരുശലേം വാസികൾ ദൈവപുത്രന്റെ കാരുണ്യ കടാക്ഷത്തിലും സ്പർശനത്തിലും തണുപ്പും തണലും ആശ്വാസവും നേടിയ രോഗികളും പാവങ്ങളും, ദുഃഖം ഘനീഭവിച്ച് വിതുമ്പുന്ന ചുണ്ടുകളുമായി സാലഭഞ്ജികയെ പോലെ മേരി മഗ്ദലന. ജന്മം നൽകിയ വിശുദ്ധ മേരി മാതാവിന്റെ കണ്ണുകളിലെയും കരളിലെയും സങ്കടത്തിന്റെ ആഴങ്ങൾ അളക്കാൻ കഴിയാതെ പ്രപഞ്ചം. ദൈവപുത്രനെ ലാളിക്കാനും വളർത്താനും ഭാഗ്യം ലഭിച്ച പരിശുദ്ധനായ ഔസേ പിതാവ് ഒരു തുള്ളി കണ്ണീര് പോലും പുറത്തു വരാതെ അടക്കി നിർത്തിയ ആ സങ്കടക്കടലിന്റെ തിരകളുടെ എണ്ണം. ഒലിവുമരങ്ങൾ കരഞ്ഞു തളർന്നു, ഇലകൾ പൊഴിഞ്ഞു, ശോഷന്ന പൂക്കൾ വാടിക്കരിഞ്ഞു, കിളികളുടെയും കുയിലുകളുടെയും പ്രാക്കളുടെയും തൊണ്ടയിൽ കരച്ചിൽ കുടുങ്ങി ശ്വാസം മുട്ടിപ്പിടഞ്ഞു. പക്ഷേ അപ്പോഴും ദൈവപുത്രൻ ശാന്തനായിരുന്നു. മുൾമുടി ശിരസിൽ തറഞ്ഞ ചോരപ്പാടുകൾ മുഖത്ത് മുഴുവൻ പടർന്നൊഴുകി. ചോരയുടെ ഉപ്പും ഗന്ധവും കൈവെള്ളകളിലും കാൽപാദങ്ങളിലും ക്രൂരമായി അടിച്ചു കയറ്റിയ ഇരുമ്പാണികൾ. ലോകത്തിന്റെ മോക്ഷത്തിനും മോചനത്തിനും വേണ്ടി എല്ലാ പീഡനങ്ങളും ഏറ്റുവാങ്ങിയപ്പോഴും ദൈവപുത്രൻ ആരെയും ശപിച്ചില്ല, ആരെയും വെറുത്തില്ല. ഹൃദയത്തിലും കണ്ണിലും ചുണ്ടിലും സ്നേഹമന്ത്രം മാത്രം. മൂന്നാം നാൾ രാത്രി കനത്ത കാവലുമായി റോമൻ പടയാളികൾ
പ്രാർത്ഥനകളോടെ യെരുശലേം വാസികൾ കണ്ണടച്ചു കാത്തിരുന്ന നിമിഷം. എവിടെ നിന്നോ ഉയരുന്ന കാറ്റിന്റെ ഹുങ്കാര ശബ്ദം യെരുശലേമിലെ കടലുകളിലും നദികളിലും അലറിക്കൊതിക്കുന്ന ഓളപ്പാളികൾ. ആകാശത്തിന്റെ ഹൃദയാന്തരങ്ങളിൽ ഇടിവാളുകളുടെ മുഴക്കങ്ങൾ. ഏറ്റവും ഒടുവിലായി ഗാഗുൽത്തയുടെ നെഞ്ചകം പൊട്ടി തുറന്നു വരുന്ന ഒരു പ്രകാശരേണു. കോടാനുകോടി പ്രകാശരേണുക്കളുടെ രഥമേറി വരവായി 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 ലോകരക്ഷകൻ വരവായി. Woman, why are you weeping? They have taken my Lord away.
and I don't know where they have put him. The one who you search for is not here, and he belongs to there. Peace be with you. As the Father has sent me, I am sending you. Receive the Holy Spirit. If you forgive anyone's sins, their sins are forgiven. If you do not forgive, they are not forgiven. Do not be afraid. Go and tell my brothers to go to Galilee. There they will see me. Teach them to obey everything I have commanded. I am with you always, to the very end of the age.